ഹലോ, അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? മുട്ട വ്ളോഗിലേക്ക് സ്വാഗതം. എന്തൊക്കെ റമദാനൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷത്തിലാണ് എല്ലാവരും എന്നറിയാം. അപ്പോൾ പെരുന്നാൾ ഇൻഷാ അല്ലാഹ് നമ്മളെ ഫാമിലി വേറെ റൂട്ടിൽ സഞ്ചരിക്കാൻ പോവാണ്. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ചേട്ടൻ്റെ കൂടെ, ജ്യേഷ്ഠൻ്റെ കൂടെ ഒരു പെരുന്നാൾ, മക്കളുടെ കൂടെ ഒരു പെരുന്നാൾ എന്തോ തവണ നമുക്കതിന് സാധിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും നല്ലതിന് വേണ്ടി ദുആ ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ചങ്ക് സുഹൃത്തിൻ്റെ വണ്ടിയിൽ ഞങ്ങൾ കയറിയിട്ട് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ടിക്കറ്റ് എടുത്ത് പോകാനുള്ള പ്ലാന് ഇൻഷാ അല്ലാഹ് നോക്കാം. അപ്പോൾ മക്കളെ, കാര്യമൊന്നും പറയണ്ട. ഓടിപ്പാഞ്ഞ് വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കുറഞ്ഞ സമയം ഉണ്ടായിരുന്നുള്ളൂ, മിനിറ്റുകളുള്ളൂ സമയം ബാക്കി ഉണ്ടായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാ ടിക്കറ്റൊക്കെ എടുത്തിട്ട് എല്ലാവരും വലിച്ച് വണ്ടി കയറ്റിയിട്ട് കിട്ടിയ സീറ്റിലേക്ക് ഇരുത്തി. ഭയങ്കര തിരക്കായിരുന്നു. ലാസ്റ്റ് ചെറിയൊരു ബോഗിയായിരുന്നു ഉണ്ടായിരുന്നത്, അതിനകത്ത് കയറ്റിയിട്ട് ഹാഫുള്ളൂ, ഫുള്ള് തയ്ച്ചില്ല ബോഗി. ഭയങ്കര ചൂടും എന്നിങ്ങനെ ഉണ്ടാവും. ഇഷ്ടം പോലെ ആൾ, തിരക്ക്. നിലമ്പൂരിൽ നിന്ന് അത്യാവശ്യം മുക്കാലും ഫുള്ളായിട്ടാണ് വരുന്ന സംഭവം. വാണിയമ്പലത്തിൽ തന്നെ ഇഷ്ടം പോലെ ആൾ കാത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ ഇരുത്തിയിട്ട് ഞാൻ ചുമ്മാ ഒന്ന് പുറത്തേക്ക് നോക്കി, ഒന്ന് കാറ്റ് കൊള്ളാൻ പറ്റുമോ. കാരണം അകത്തൊന്നും നിൽക്കാൻ പറ്റില്ല, അതുപോലത്തെ ചൂടായിരുന്നു കേട്ടോ. പെരുന്നാൾ ഏതായാലും എല്ലാവരും ആഘോഷിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അത്യാവശ്യം. കാരണം ഇഷ്ടം പോലെ ആളുകൾ അണിഞ്ഞൊരുങ്ങി റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിട്ട് എല്ലാവരും യാത്രയിലാണ്. ടൂറായിട്ടും കുടുംബത്തിലായിട്ടും ബന്ധത്തിലൊക്കെ ആയിട്ട് എല്ലാവരും യാത്രയിലാണ് എന്ന് മനസ്സിലായി. ഏതായാലും ഞാനിങ്ങനെ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ വെളിയിലേക്ക് നോക്കി നിൽക്കുവാണ്. നല്ല വൈബ് കാണാൻ, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ടേണിംഗ് ആണ്. ഇടയ്ക്ക് പിള്ളേർ വിളിക്കുന്നുണ്ട്, എവിടെ എത്തിയും ചോദിക്കുന്നുണ്ട്, കയറിയോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ കയറി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അമ്പിളിയും ബേബിയും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിവിടെ നല്ലോണം ഒന്ന് കാറ്റ് കൊള്ളട്ടെ എന്ന് വിചാരിച്ച് തന്നെ നിന്നു. തൃശ്ശൂരൊക്കെ എത്തിയപ്പോഴേക്കും എനിക്കും സീറ്റ് കിട്ടി. അതുവരെ ഫുള്ളായിരുന്നു ട്രെയിൻ, ഒന്ന് ആശ്വാസം വന്നു. അപ്പോൾ അമ്പിളിനെ മടിയിൽ വെച്ചിട്ട് ഞാനവിടെ സൈഡിലേക്ക് ഇരുന്നു. അമ്പിളി മിഠായിയും കഴിച്ച് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സന്തോഷത്തിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അവൾ. ഞാൻ ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ വിളിക്കുന്നുണ്ട്, എവിടെ എത്തി ചോദിക്കുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ചാലക്കുടി ഒക്കെ എത്തുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഏകദേശം ചാലക്കുടിയൊക്കെ എത്താറായി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവരവിടുന്ന് പുറപ്പെട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും അമ്പിളിക്ക് അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തു. വളരെ സന്തോഷമാകും, ഞങ്ങളും ഹാപ്പി. അപ്പോൾ ചൂടിനൊരു കുറവില്ലായിരുന്നു കേട്ടോ, ഭയങ്കര ചൂട്. ഏകദേശം 7:30 ആകുമ്പോഴേക്കും അവിടെ ചെല്ലുമെന്ന് മനസ്സിലായി. നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കുറച്ച് സമയം വഴിയിൽ വെച്ചിട്ട്. മറ്റുള്ള ട്രെയിനിൽ കടന്നു പോകാനുള്ള സമയമൊക്കെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. സമയം വൈകി. അപ്പോൾ ഞങ്ങൾ ആലുവ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങിയ വണ്ടിയൊക്കെ നേരത്തെ പോയി, അവർക്ക് സമയമില്ല, കുറഞ്ഞ വെയിറ്റിംഗുള്ളൂ ഇവിടെ. ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്പിളിയും ബേബിയും ഫാമിലിയും മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് ആലുവ, കരുവാരക്കുണ്ട് ടു ആലുവ അല്ലേ, പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വന്നോട്ടെ ഞങ്ങൾ ആലുവയിൽ. അപ്പോൾ ഞങ്ങൾ ട്രെയിനിന് വന്ന് ഇവിടെ ഇറങ്ങി. നമ്മുടെ കുട്ടികൾ വരുന്നുണ്ട്, കൊണ്ടുപോകാം ഇൻഷാ അല്ലാഹ്. അവർ വന്നാൽ ഞങ്ങൾ കയറിപ്പോകും. ഓക്കെ. അപ്പോൾ കാനോല മക്കൾ വന്നു, ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും അവരെത്തി. സുഖമായിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര ചെയ്യാണ്. ഏകദേശം 5-6 കിലോമീറ്റർ ഉള്ളൂ വീട്ടിലേക്ക്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കുറഞ്ഞ ദൂരമുള്ളൂ വീട്ടിലേക്ക്, 6 കിലോമീറ്ററോളം ഉള്ളൂ. അപ്പോൾ ജ്യേഷ്ഠനും മക്കളൊക്കെ ഞങ്ങൾ വന്ന സന്തോഷത്തിലായിരുന്നു. ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദാൽ കറിയും ബീഫും ചിക്കനും ചപ്പാത്തിയും നെയ്ച്ചോറ് ബിരിയാണി എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അതിൽ ബീഫ് ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. അത് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞായിരുന്നു, ബീഫ് ഉണ്ടാവും, ബീഫ് വാങ്ങരുത് വെക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം നമ്മുടെ നാട്ടിലത്തെ കരുവാരുണ്ട് ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ്. അത് കാരണം നമ്മൾ തന്നെ എണ്ണം വാങ്ങിച്ച് നമ്മൾ തന്നെ അറുത്ത ബീഫ് ഉണ്ടല്ലോ, അത് പൊളിയായിരിക്കും. അപ്പോൾ അത് നമ്മളിടയ്ക്ക് ചെയ്യുന്നൊരു കാര്യമാണല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു, മാങ്ങ, നാരങ്ങ, പുളി, ഇഞ്ചി, ഇതൊക്കെ സ്പെഷ്യൽ മുത്തച്ഛൻ്റെ വിഭവങ്ങളാട്ടോ നമുക്കുള്ള. എന്നായിരുന്നില്ല ഞങ്ങളെല്ലാവരും ഇരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. നമ്മളുടെ സൗണ്ടിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
TV ഓണാക്കിയിരുന്നു പിള്ളേരൊക്കെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഡയറക്റ്റ് സൗണ്ട് കൊടുക്കാൻ പറ്റിയില്ല, അത് ഞങ്ങൾ കളയേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലാവരും നമുക്കെല്ലാവരും കാണണ്ടേ, ഇൻഷാ അല്ലാഹ് കാണിച്ചു കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മളെ ജ്യേഷ്ഠന് മൂത്തച്ചി മരുമകൻ ബാക്കിയുള്ള ആളുകൾക്ക് അവിടെ ഉണ്ട് കേട്ടോ. അവർക്കൊന്നും വീഡിയോയിലേക്ക് കയറാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടേ ചവിട്ടി കയറ്റിയില്ല. എന്നാലും അൽഹംദുലില്ലാഹ് ഞങ്ങൾ അവിടെ എത്തി, ഭക്ഷണം കഴിച്ചു. സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഇന്നിവിടെ കിടന്നുറങ്ങും. നാളെ നേരം വെളുത്താൽ ഞങ്ങൾക്ക് വേറെ പരിപാടികൾ പ്ലാനുകളിലുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിച്ച് കുറേ സംസാരിച്ചു. എല്ലാവരും ലാസ്റ്റ് ഇരുന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. ഒരുമിച്ചിരുന്ന് തന്നെ കഴിച്ചത്. ബീഫൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊടുന്നുകൊണ്ടേ വളരെ ഹാപ്പി, അവർക്കും സന്തോഷം. നമ്മൾ ചെറുക്കന്മാരൊക്കെ വരാണ്ട് ഇനി കേട്ടോ ഇൻഷാ അല്ലാഹ്.